ഹയ്യായ, ഹാലിറായ, ഖാദിറായ ജിന്നിനോട്. ഇതൊക്കെ മുമ്പ് വിശദീകരിക്കപ്പെട്ടതാണ്. ഹയ്യാന്ന് എങ്ങനെ മനസ്സിലാവും, ഹാലിറാന്ന് എങ്ങനെ മനസ്സിലാവും? ഇതൊക്കെ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട നിബന്ധനയിൽ, അതായത് ജിന്നുകളുടെയും മലക്കുകളുടെയും നിബന്ധനയിൽ പറഞ്ഞതല്ല ഇത്. ഇത് ജിന്നുകളുടെ കാര്യത്തിൽ കൂടി ബാധകമാക്കിയതിന് ശേഷമാണ് പറയുന്നത്. ഹാദറും ഖാദറുമായ ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്നതോ ഏത് ഹാദറും ഖാദറും എന്ന് പറഞ്ഞാല് ആ ജിന്നുണ്ട് എന്നാണ്ട് ഉറപ്പിച്ചാല് ആ ജിന്ന് ഒരു വർത്താനം അങ്ങനെ കേൾക്കണ്ട, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ ആ ജിന്ന് തന്നെ കാരണം ഉറപ്പന്നല്ലേ. അപ്പൊ ആ ജിന്നിന്റെ അവിടെ ഹാദറത്തുണ്ടല്ലോ. അങ്ങനെ തേടിയാൽ ഇത് ഹറാമാണ്, വലാ യജൂസ്, അനുവദനീയമല്ല. ലി അന്നഹു വസീല മിൻ വസായിലി ശിർക്ക്, അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ശിർക്കാവാത്തത്? ഇത് ശിർക്കാവുകയില്ല എന്നതിന് എന്താണ് പ്രമാണം? അത് വിശദീകരിക്കണ്ടേ? വീണ്ടും പറഞ്ഞുതരാമാണെങ്കിൽ ശരിക്ക് കേട്ടോ. ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ, തീർച്ചയായും നീ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യനെയാണ്. ഹാലിറൻ ഖാദിറൻ, ഉപയോഗപ്പെടുത്താൻ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന ഹാലിറായ കണ്ണുമുന്നിലുള്ള ഒരാളെ. തത്ലുബു മിൻഹു ഷൈൻ, അവനോട് നീ എന്തെങ്കിലും ആവശ്യപ്പെടുന്നു. ഐ യഹ്ദുറുഹു, അത് ഹാലറാക്കാൻ വേണ്ടി, കൊണ്ടുവരാൻ വേണ്ടി. ഔ ഐ യുഈനക, നിന്നെ എന്തെങ്കിലും വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി നീ അവരോട് ആവശ്യപ്പെടാൻ. അമ്മൽ ഗായിബ്, ഇത് ഗായിബിനോടാണെങ്കിൽ ലാ യജൂസ് ഹാദ, ഇത് അനുവദനീയമല്ല. ലി അന്ന ഹാദ, കാരണം ഇത് വസീലത്തുൽ ശിർക്ക്, ഷിർക്കിലേക്കുള്ളൊരു മാർഗമാണ്. ഷിർക്കിലേക്കുള്ളൊരു മാർഗമാണിത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിലേക്കുള്ള ഒരു മാർഗമാണിത്. വഹാദ യദ്ഖുലു, ഈ അള്ളാഹുലേക്ക് പങ്കു ചേർക്കുന്നതിലേക്ക് മാർഗമാണിത് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് അള്ളാഹു തആലയുടെ ഈ ഖൗലിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതു മിനൽ ഇൻസി വഖാല ഔലിയാഹു മിനൽ ഇൻസി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ് എന്ന് പറയുന്ന സൂറത്ത് അൻആം 128-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളുന്നൊരു വിഷയമാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.